പി ജെയിംസ്, നമുക്ക് രണ്ട് കാര്യങ്ങളാണ് തുടക്കത്തിൽ പരിശോധിക്കാനുള്ളത്. ഒന്ന്, പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ കനക്കുകയാണോ? അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? രണ്ട്, ഐക്യരാഷ്ട്ര രക്ഷാസമിതിയുടെ അടിയന്തര യോഗം ഇന്ന് ചേർന്നു. അതിൽ അമേരിക്ക ഈ നടത്തിയ ആക്രമണങ്ങളെ ന്യായീകരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതായത് സമാധാനത്തിനുള്ള വഴികൾ കാണിച്ചു കൊടുക്കാനോ അതിലേക്ക് എത്തിക്കാനോ ഒരു ശ്രമവും ഇനി മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്നോ ഐക്യരാഷ്ട്രസഭയിൽ നിന്നും ഉണ്ടാകില്ല എന്നാണോ നമ്മൾ കരുതേണ്ടത്? ആദ്യത്തെ കാര്യത്തിൽ പി ജെയിംസ്, നമുക്ക് അറിയേണ്ടത് ഇപ്പോൾ സിറിയയിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ആക്രമിച്ചു എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. ഇറാനിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി എന്ന വിവരം വരുന്നു. ഇറാനും ഇസ്രയേലും പരസ്പരം ആക്രമണം ശക്തിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ താങ്കൾക്ക് പങ്കുവയ്ക്കാനുള്ളത്? ഗോപികൃഷ്ണൻ, ഈ പറഞ്ഞതുപോലെ തന്നെ ഇസ്രായേലും ഇറാനുമായിട്ടുള്ള പരസ്പരം മിസൈൽ വർഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ ആക്രമണം നടന്നിരിക്കുന്നത് പ്രധാനമായി ടെഹ്റാനിലാണ്. ടെഹ്റാൻ്റെ ഹൃദയഭാഗം മുഴുവൻ ആക്രമണത്തിലാണ്. പ്രത്യേകിച്ച് ടെഹ്റാനിലെ IRGCയുടെ അവിടുത്തെ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ ആസ്ഥാന മന്ദിരത്തിന് നേരെ ആക്രമണമുണ്ടായി. അവിടുത്തെ ഏറ്റവും നൊട്ടോറിയസ് ആയിട്ടുള്ള എവിൻ പ്രസൻ, അവിടെ ആൾക്കാരെ തൂക്കിക്കൊല്ലുകയൊക്കെ ചെയ്യുന്ന, ഒരുപാട് പേരെ ഈ പ്രക്ഷോഭകാലത്ത് തൂക്കിക്കൊന്ന പ്രസനാണ് എവിൻ ജയിൽ. ആ ജയിൽ ആക്രമിച്ചിരിക്കുന്നു ഇസ്രായേൽ. ഒപ്പം തന്നെ ഫോർദോ എന്ന ആണവ കേന്ദ്രം വീണ്ടും ആക്രമിച്ചിരിക്കുന്നു. നേരത്തെ ഫോർദോ കേന്ദ്രം നേരത്തെ ആക്രമിച്ചതാണ്. അവിടെയാണ് അമേരിക്കയുടെ B-2 ബോംബർ വിമാനങ്ങൾ വന്ന് 3 ആണവ നിലയങ്ങൾ ആക്രമിച്ചതിൽ 1 ആണവ കേന്ദ്രം ആക്രമിച്ചത് ഫോർദോയിലാണ്. അവിടെ വീണ്ടും ആക്രമണം നടത്തിയിരിക്കുന്നു. അതിൽ വന്നിരിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ഗോപി ചോദിച്ചത്. ഫോർദോയിലടക്കം ഈ സമ്പുഷ്ട യുറേനിയം തകർക്കാൻ, അതിൻ്റെ ഇത് ശേഖരിച്ച് വെച്ചിരിക്കുന്നത് തകർക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് അതിന് മുൻപ് തന്നെ അവരവിടെ നിന്ന് ഇറാൻ അത് മാറ്റിയിരുന്നു. 16 ട്രക്കുകൾ കണ്ടെത്തി എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഇറാൻ്റെ വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. റഷ്യ ഇറാനെ പിന്തുണയ്ക്കും എന്ന രീതിയിൽ റിപ്പോർട്ട് വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സിറിയയിൽ അമേരിക്കയുടെ സേനാ താവളത്തിന് നേരെ ആക്രമണം ഇറാൻ നേരിട്ടല്ല നടത്തിയിരിക്കുന്നത്. ഇറാനെ അനുകൂലിക്കുന്ന സായുധ സംഘടനകൾ സിറിയയിൽ തന്നെ കയറി നടത്തിയതാണ്. അവിടുത്തെ ഒരു ഗ്രീക്ക് പള്ളിക്ക് നേരെ ആക്രമണം നടന്നിട്ടുണ്ട് ഡമാസ്കസിൽ. അതിൽ 22 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ രീതിയിൽ ഇറാൻ്റെ സായുധ സംഘടനകൾ ആക്രമണം അയച്ചുവിടുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കരുതെന്ന് അമേരിക്ക നേരിട്ട് ചൈനയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ചൈനയും ഇറാനും തമ്മിൽ നല്ല ബന്ധമാണ്. ചൈനയിലേക്കാണ് ഏറ്റവും കൂടുതൽ എണ്ണ കയറ്റുമതി ചെയ്യുന്നത്. പിന്നെ ഇന്ത്യയിലേക്കും 20% ലോകത്തിലെ എണ്ണ കയറ്റുമതി പോകുന്ന റൂട്ടാണ് ഹോർമൂസ് കടലിടുക്ക് എന്നറിയാം. അതുകൊണ്ട് അടയ്ക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചൈന പറഞ്ഞാൽ ഇറാൻ കേൾക്കുന്നുള്ള ഇതിലാണ്. ഒപ്പം തന്നെ ഗോപി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം, മറ്റേ സെക്യൂരിറ്റി കൗൺസിൽ UN രക്ഷാസമിതി യോഗത്തിൽ അമേരിക്ക വീണ്ടും അതിശക്തമായിട്ടുള്ള വീറ്റോ പ്രയോഗം നടത്തി എന്നുള്ളതും ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ ഈ അറ്റാക്കിനെ ന്യായീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അമേരിക്ക പോലൊരു രാജ്യം ശരിക്കും അമേരിക്ക അവിടെ നിരത്തിയ ഒരു പ്രധാനപ്പെട്ട ന്യായം, ഇറാൻ കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ അവരെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട്, അവരെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടുള്ള ആക്രമണങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇതിനൊരു അറുതി വേണം. അതുകൊണ്ട് ഈ പോരാട്ടത്തെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന സൂചനയാണ് ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ അമേരിക്ക നൽകിയിരിക്കുന്നത്. ഇതൊക്കെ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്കോ യുദ്ധത്തിലേക്കോ തന്നെ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഈ ഒരു അമേരിക്കൻ പ്രസിഡന്റ് വിശേഷിപ്പിച്ചതുപോലെ ഒരു ടീം എന്ന നിലയിൽ ഇസ്രായേലിനൊപ്പം നിന്ന് അമേരിക്ക ആക്രമണങ്ങൾ നടത്താൻ പോകുന്നു എന്നതിന്റെ സൂചനയാണോ? തീർച്ചയായിട്ടും അങ്ങനെ കാണേണ്ടി വരും. ഐക്യരാഷ്ട്രസഭ എന്നുള്ള കൺസെപ്റ്റ് തന്നെ ഗോപി ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. റഷ്യ കയറി ഉക്രൈൻ ആക്രമിച്ചു. റഷ്യ വീറ്റോ പവറുള്ള പെർമനന്റ് മെമ്പറാണ്. ഇപ്പോൾ അമേരിക്ക അത് തന്നെ ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും UN ഐക്യരാഷ്ട്ര സമിതിയുടെ പ്രസക്തി തന്നെ നഷ്ടപ്പെടുകയാണ്. സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് നേരിട്ട് ചോദിച്ചല്ലോ, ഈ ചെയ്തിരിക്കുന്നത് മഹാപാതകമാണ് എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വരുന്നു. പക്ഷെ അമേരിക്കയിലാണ് UN ആസ്ഥാനം പ്രവർത്തിക്കുന്നത്. അതിനപ്പുറത്തേക്ക് കോഫി അന്നൻ ചോദ്യം ചെയ്തപ്പോൾ പിന്നെ അതിനുശേഷം അവർ മിടുക്കരായിട്ടുള്ള ഒരാളെ പോലും സെക്രട്ടറി ജനറൽ ആവാനോ UN ആസ്ഥാനത്തിൻ്റെ തലപ്പത്ത് വരാനോ അവർ സമ്മതിച്ചിട്ടില്ല. എന്തായാലും എല്ലാ തരത്തിലും കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. റഷ്യയും ചൈനയും പ്രതികരിച്ചു തുടങ്ങിയെങ്കിലും അമേരിക്കയുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടാൻ അവർ തയ്യാറാവുന്നില്ല. ഒരുപക്ഷെ ഇറാന് ആണവായുധം റഷ്യ കൊടുക്കുമോ എന്ന തരത്തിൽ വരെ ചർച്ചകൾ വരുന്നുണ്ട്. എന്തായാലും നേരിട്ട് ഫൈറ്റ് ചെയ്യാൻ അവരുണ്ടാവില്ല. പി ജെയിംസ്, ഈ പോരാട്ടത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടം എന്നത് അമേരിക്ക ബസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനൊപ്പം യുദ്ധമുഖത്ത് അണിനിരുന്നതാണ്. അവിടെ അമേരിക്ക
അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഈ ഫോർദോ ആണവ നിലയത്തിൽ കാര്യമായ ക്ഷതമേൽപ്പിക്കാൻ അമേരിക്കയുടെ ബസ്റ്റർ ബോംബുകൾക്ക് കഴിഞ്ഞു എന്നതാണ്. അതായത് ഇറാനിയം സമ്പുഷ്ടീകരണം നടത്തിയിരുന്ന ഭൂഗർഭ അറകളിലേക്ക് ബസ്റ്റർ ബോംബുകൾ പതിച്ച് അത് ഇല്ലാതാക്കാൻ ഇറാന്റെ ആണവ സ്വപ്നങ്ങളിന്മേൽ പ്രഹരമേൽപ്പിക്കാൻ കഴിഞ്ഞു എന്ന അവകാശവാദമായിരുന്നു അമേരിക്ക നടത്തിയത്. പക്ഷേ ഈ അടുത്ത സമയത്ത് മണിക്കൂറുകൾക്ക് മുൻപ് പുറത്തു വന്നിട്ടുള്ള ചില വിവരങ്ങളും റിപ്പോർട്ടുകളും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജീവനക്കാരെ മാത്രമല്ല, സമ്പുഷ്ടീകരിച്ച യുറേനിയം പോലും സുരക്ഷിതമായ മറ്റൊരിടത്തേക്ക് ഇറാൻ മാറ്റിയെന്നതാണ്. ഇത് വിശ്വസനീയമായ വിവരങ്ങളാണോ? ഗോപി, അത് ഒരുപക്ഷെ വിശ്വസനീയമായ വിവരമായിട്ട് കണക്കാക്കേണ്ടി വരും. അതിന് കാരണം ഇന്ന് പത്രസമ്മേളനത്തിൽ JD വാൻസ് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റിനോട് ചോദിച്ചു എന്ത് നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. അമേരിക്ക ഇതുവരെ നാശനഷ്ടങ്ങൾ എന്തുണ്ടായി എന്ന് വിലയിരുത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് JD വാൻസും അമേരിക്കയുടെ ഭരണകൂടവും ഔദ്യോഗികമായിട്ട് തന്നെ അറിയിച്ചിരിക്കുകയാണ്. അതിനിടയിലാണ് റിപ്പോർട്ടുകൾ വന്നത്. ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ദി എക്കണോമിസ്റ്റ് അടക്കം അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യം, 16 ട്രക്കുകൾ ഈ ബോംബിങ്ങിന് മുമ്പ് അവിടെ വരികയും അതിൻ്റെ സാറ്റലൈറ്റ് ഇമേജസ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സമ്പുഷ്ട യുറേനിയം കടത്തിക്കൊണ്ട് പോയി എന്ന് തന്നെയാണ് വരുന്നത്. എന്ന് മാത്രമല്ല, ഇറാൻ ഇത്രയും വലിയ സംഭവം നടന്നിട്ട് വളരെ കൂസില്ലാതെ നിൽക്കുകയാണ്. ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി പറയുന്നു അവിടെ ആണവ ചോർച്ച ഉണ്ടായിട്ടില്ല. കാരണം സമ്പുഷ്ട യുറേനിയം എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആണവ ചോർച്ചയുടെ പ്രശ്നമില്ലല്ലോ. ഒരു തരത്തിൽ നന്നായി എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം അത് താഴ്ന്നിരുന്നെങ്കിൽ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഐസോടോപ്പ് പോയി മറ്റേ ആണവ വികിരണം സംഭവിക്കുമായിരുന്നു. അപ്പൊ അത് കൊണ്ടുപോയെങ്കിൽ നല്ല. പക്ഷെ അമേരിക്ക ഉദ്ദേശിച്ച അത് പാളിപ്പോയോ എന്നുള്ളൊരു കാര്യം അതിശക്തമായിട്ട് ഉയർന്നു വരുന്നുണ്ട്. അമേരിക്ക പേടിപ്പിക്കാൻ കഴിഞ്ഞു അതിനപ്പുറത്തേക്ക്. എന്ന് മാത്രമല്ല, ഇറാനിലെ ഗോപി വലിയ 10,000 പങ്കെടുക്കുന്ന പ്രകടനങ്ങൾ നടക്കുകയാണ്. ഇതുവരെ അവിടുത്തെ ഭരണാധികാരിക്കെതിരെയായിരുന്നു ഇറാനിലെ ജനങ്ങൾ. അമേരിക്ക അറ്റാക്ക് ചെയ്യും, ഇസ്രായേലിൻ്റെ അറ്റാക്ക് ഇങ്ങനെ 10 ദിവസമായിട്ട് 11 ദിവസമായിട്ട് തുടരുകയും ചെയ്യുന്നതോടെ ഈ ഭരണകൂടത്തിനെതിരായിരുന്ന ആൾക്കാർ കൂടി രാജ്യസ്നേഹത്തിൻ്റെ പേരിൽ ഒരുമിക്കുന്ന തരത്തിലേക്ക് അത് പോയിരിക്കുന്നു. അത് ഒട്ടും ഗുണകരമായിരിക്കില്ല ഇസ്രായേലിനും അമേരിക്കയ്ക്കും എന്നാണ് തോന്നുന്നത്. ശരി, വളരെയധികം നന്ദി PP ജെയിംസ്. ഈ വിവരങ്ങൾക്ക് ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് യുദ്ധമുഖത്ത് നിന്ന് PP ജെയിംസ് നമ്മളുമായി പങ്കുവച്ചത്. അവിടെ നിന്നുള്ള അപ്ഡേറ്റുകൾ PP ജെയിംസ് നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്.